നാളെ ഡൽഹി വളയുമെന്ന് പ്രഖ്യാപിച്ച കർഷക സംഘടനകളെ അനുനയിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇന്ന് ചർച്ച നടത്തും. ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് കർഷകർ. സമരം നേരിടാൻ റോഡിൽ ഇരുമ്പാണികൾ നിരത്തിയ ഹരിയാന പോലീസിന്റെ നടപടിക്കെതിരെ വലിയ വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ആർ രാധാകൃഷ്ണൻ മറ്റു വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും വീണ്ടും ചേരുകയാണ്. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. പറയൂ രാധാകൃഷ്ണൻ, കർഷക സമരം യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ടോ? ഇന്ന് ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ നേരത്തെ ഒരു ചർച്ച നടന്നിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ അനുകമ്പാപൂർണമായിട്ടുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ കർഷക സംഘടനകൾ പറയുന്നത്. പഞ്ചാബിൽ നിന്നുള്ള കർഷക സംഘടനകളാണ് ഡൽഹിയിലേക്ക് മാർച്ച് നടത്തും എന്ന് അവർ പറയുന്നത്. ഈ 3 കാർഷിക നിയമങ്ങൾ പിൻവലിച്ചതിന് തുടർച്ചയായിട്ട് ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതിയുടെ പ്രവർത്തനത്തിൽ അടക്കമുള്ള വിമർശനമാണ് ഈ കർഷക സംഘടനകൾ ഉന്നയിക്കുന്നത്. കർഷകരെ സംബന്ധിച്ച് ഈ സ്ഥിരത, താങ്ങുവില അടക്കമുള്ള കാര്യങ്ങളിൽ അത് നിയമപരമായിട്ടുള്ള പരിരക്ഷ ലഭിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഉയർത്തുന്ന ആവശ്യങ്ങൾ അത് പലപ്പോഴായിട്ട് അവഗണിക്കപ്പെടുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ടാണ് തങ്ങൾ ഈ സമരത്തിന് നിർബന്ധിതരായത് എന്നാണ് അവരുടെ നിലപാട്. നാളെയാണ് ഈ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ഡൽഹിയിലേക്ക് മാർച്ച് ആരംഭിക്കും എന്ന് അവർ പറയുന്നുണ്ട്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമായിട്ട് ഈ കർഷക സമരം മുൻപ് ഉണ്ടാവുകയും രാജ്യത്തെ സംബന്ധിച്ച് അത് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ചർച്ച നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എവിടെയൊക്കെയാണ് ഇതിൽ ഒരു ധാരണ ഉണ്ടാകുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇനിയും വ്യക്തതയായിട്ടില്ല. അർജുൻ മുണ്ട അടക്കമുള്ള മന്ത്രിമാരായിരിക്കും, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള മന്ത്രിമാരായിരിക്കും ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുക. തീർച്ചയായിട്ടും ഡൽഹിയുടെ എല്ലാ ബോർഡറുകളും 5 ബോർഡറുകളും ഇതിനകം തന്നെ പോലീസ് നിയന്ത്രണത്തിലായി കഴിഞ്ഞു. ഈ പ്രക്ഷോഭം നടത്താൻ എത്തുന്നവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ട എന്നതടക്കമുള്ള തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഡൽഹി അതിർത്തികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ ഇന്ന് ഈ ചർച്ചയിൽ ഒരു അനുനയം ഉണ്ടായില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഇന്ന് നടക്കുന്ന ചർച്ച വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ.